നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. MLA ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച പാലക്കാട് ഗവൺമെന്റ് മോയിൻ LP സ്കൂൾ പാർക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA. അത്രമേൽ പ്രിയപ്പെട്ടതാണ് തനിക്ക് നാടെന്നും ഹൃദയത്തോട് ചേർന്ന മേൽവിലാസമാണ് പാലക്കാട് എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ പങ്കുവച്ചത്. ഈ സ്കൂളിലേക്ക് പാർക്കിൻ്റെ ഉദ്ഘാടനത്തിന് സ്കൂളിലെത്തുന്ന MLA അദ്ദേഹത്തെ വളയുന്ന കുട്ടികളുടെ വീഡിയോ ഒക്കെ വളരെ ഹൃദ്യമായിരിക്കുന്നു. അദ്ദേഹം സ്കൂൾ അങ്കണത്തിലെത്തിയപ്പോൾ തന്നെ കുട്ടികളെല്ലാവരും അദ്ദേഹത്തെ വളയുകയും സ്നേഹത്തോടെ അദ്ദേഹത്തെ തലോടുകയും ഒക്കെ ചെയ്യുന്ന വീഡിയോ അദ്ദേഹം തന്നെ തൻ്റെ ഫേസ്ബുക്കിലൂടെ പങ്കുവച്ചിരുന്നു. MLA ഫണ്ട് ഉപയോഗിച്ച് പൂർത്തീകരിച്ച പാലക്കാട് ഗവൺമെൻറ് മോയിൻ LP സ്കൂൾ പാർക്ക് ഉദ്ഘാടനമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA നിർവഹിച്ചത്. നമുക്കറിയാം ഈ ഒരു പരിപാടികൾ, അതായത് പാലക്കാട് ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹത്തെ പങ്കെടുപ്പിക്കില്ല എന്നതടക്കമുള്ള വെല്ലുവിളികൾക്ക് ഉയർന്ന സാഹചര്യത്തിൽ ഇപ്പോൾ MLA എന്ന രീതിയിൽ എല്ലാ പൊതുപരിപാടികളും പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രവർത്തനങ്ങളുമായി MLA എന്ന രീതിയിൽ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് എന്നതാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയം. രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവയ്ക്കുന്ന എല്ലാ ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ കീഴിലും എല്ലാവരും കമൻറ്റ് ഇടുമ്പോൾ പ്രധാനമായും ചോദിക്കുന്ന കാര്യം, രാഹുൽ താങ്കൾ മത്സരിക്കുന്നില്ലേ എന്നാണ്. രാഹുൽ, നിന്റെ സ്പേസിലേക്ക് ആര് വന്നാലും നിന്നോളം ആവില്ല. ഇതുകൊണ്ട് ഈ ടൈം മാറി നിന്നാലും ഒരിക്കലും മാറ്റി നിർത്താൻ സാധിക്കാത്ത വിധം നീ ഉയർന്നു വരും. പക്വമായ ഇടപെടലുകൾ നടത്തി തിരഞ്ഞെടുപ്പിൽ UDF-നെ അധികാരത്തിൽ എത്തിക്കുക. വരുന്ന കാലം നിന്റെ കാലമാണ്, കാത്തിരിക്കുക എന്നതടക്കമുള്ള ഒരു കമൻറ്റ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ ഒരു ഫേസ്ബുക്ക് കുറിപ്പിന് താഴെയായിട്ടുണ്ട്. അദ്ദേഹം മത്സരിക്കുന്നുണ്ടോ എന്ന ചോദ്യം എല്ലാ വശത്തു നിന്നും ഉയരുകയാണ്. അതേസമയം അദ്ദേഹം മത്സരിക്കേണ്ട ആവശ്യകത ഉണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസിന് ആ മണ്ഡലം നഷ്ടമാകാനുള്ള സാധ്യതയുണ്ട് എന്ന് മലയാളി വാർത്തയോട് കഴിഞ്ഞ ദിവസം രാഷ്ട്രീയ നിരീക്ഷകൻ രാജേന്ദ്രൻ പന്തളം വിശദീകരിച്ചിരുന്നു. രാജേന്ദ്രൻ പന്തളത്തിന്റെ വിശദീകരണത്തിലേക്ക് ഒരിക്കൽ കൂടി. അതായത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പായിട്ട് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ, താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കേവലം 4000 വോട്ടുകൾക്ക്, ഏതാണ്ട് 4000 ചെല്ലുവാനം വോട്ടുകൾക്കാണ് അവിടെ ഷാഫി പറമ്പിൽ വിജയിച്ചിട്ടുള്ളത്. ആരേക്കാൾ? BJP, തൊട്ടടുത്ത് നിൽക്കുന്ന BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള ശ്രീധരനേക്കാൾ കേവലം 4000 വോട്ട് മാത്രമാണ്. വളരെ സ്ലെൻഡർ ആയിട്ടുള്ള ഒരു മാർജിനാണ്, നേരിയ ഒരു ഭൂരിപക്ഷം മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ പുതിയ SIR-ന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ പുതുതായിട്ട് വോട്ടർ പട്ടികയിൽ ചേർത്തവരെ കൂടി വെച്ച് വോട്ടെടുപ്പ് നടത്തുമ്പോൾ കാര്യങ്ങൾ ചിലപ്പോൾ കൈവിട്ടു പോകും. കോൺഗ്രസിന് വളരെ ശക്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥി ഇല്ലെങ്കിൽ അവിടെ ആ സീറ്റ് നിലനിർത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് കോമൺ സെൻസ് ആണ്. അതിന് പ്രത്യേകിച്ച് നമുക്കൊരു വൈദഗ്ധ്യമൊന്നും ആവശ്യമില്ല. അത്ര സ്ലെൻഡർ മാർജിനിൽ BJP കോൺഗ്രസിനെ അവിടെ വെള്ളം കുടിപ്പിച്ചിട്ടുണ്ട്. കഷ്ടിച്ചതും ഷാഫി പറമ്പലിനെ പോലെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഏതെങ്കിലും തരത്തിലുള്ള ആരോപണങ്ങൾക്ക് വിധേയനാകാത്താണ്. ആരോപണങ്ങൾ എന്ന് പറയുന്നത് കനകം മൂലം കാമിനി മൂലം എന്നാണല്ലോ. 2 തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്. ഈ 2 തരത്തിലുള്ള ആരോപണങ്ങൾക്കും അതീതനായ ഒരു വ്യക്തിത്വമാണ് ഷാഫി പറമ്പിൽ. അതുപോലെ തന്നെ വർഗീയത ഒരിക്കലും ആരോപിക്കാൻ പറ്റാത്ത അകളങ്കിതമായിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആ മണ്ഡലം പിടിക്കാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ BJP അവിടെ വലിയൊരു ഫോഴ്സാണ്, ഫോഴ്സ് ടു റെക്കൺ വിത്ത് നമ്മൾ പറയത്തില്ലേ, അത്തരം ഒരു ശക്തിയോട് നേരിടാൻ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ കൊണ്ടു നിർത്തിയാൽ കോൺഗ്രസിൽ നിന്ന് ആ മണ്ഡലം എന്നേക്കുമായിട്ട് കൈവിട്ടു പോകും എന്നുള്ളതാണ് അനുഭവപാഠം. കാരണം പിന്നെ ഒരിക്കലും കോൺഗ്രസിന് അത് കിട്ടാൻ പോകുന്നില്ല. BJPക്ക് ഒരിക്കൽ ഒരു സീറ്റ് കിട്ടിയാൽ നിയമം മാത്രമേ ഉള്ളൂ അതിനൊരു എക്സെപ്ഷൻ എന്ന് പറയുന്ന അതിനൊരു അപവാദം. പക്ഷേ ഇവിടെ കിട്ടിക്കഴിഞ്ഞാൽ BJP പിന്നെ അത് വിടുകയില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ കൈപിടിച്ചു വെച്ചിരിക്കുന്നത് പോലെ തന്നെ കുത്തകയാക്കിയ മണ്ഡലം വയ്ക്കും. VS വിജയരാഘവനും ഒക്കെ വലിയ തേരോട്ടമുള്ള ആ മണ്ഡലത്തിന്റെ ഇന്നത്തെ അവസ്ഥ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിതാപകരമാണ്. പ്രഗത്ഭ ഗോപിനാഥ് തന്നെ കണ്ടില്ലേ, അദ്ദേഹം ഇപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡിന്റെ ചെയർപേഴ്സണായിട്ടിരിക്കുകയാണ്. ആരുടെ ലേബലിൽ? LDF-ന്റെ ലേബലിൽ അവിടെ ചെയർപേഴ്സണായിട്ട് തൻ്റെ ദൈവ നിയോഗമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള പോപ്പുലറായിട്ടുള്ള നേതാക്കളുണ്ട്, ജനകീയരായ നേതാക്കൾ ഉണ്ടായിരുന്ന ഒരു കാലമുണ്ട്, ഇന്ന് അതില്ല. അതിൻ്റെ ഒരു വസന്തകാലം നഷ്ടപ്പെട്ടിരിക്കുക ദേശീയ തലത്തിലും കേരളത്തിലും. അങ്ങനെ ഒരു അവസ്ഥയിൽ കോൺഗ്രസിന് ഇതൊരു ടൈറ്റ് റോപ്പ് വോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നൂൽപാലത്തിൽ കൂടിയുള്ള ഒരു യാത്രയായിട്ട് പരിണമിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ കാൻഡിഡേറ്റിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധ വേണം. പിന്നെ ആരെ മത്സരിപ്പിക്കും? കോൺഗ്രസിലുള്ള നേതാക്കന്മാരെ വെച്ചല്ലേ മത്സരിപ്പിക്കാൻ പറ്റൂ. അപ്പോൾ ആരെ മത്സരിപ്പിക്കും എന്നുള്ള വലിയൊരു ചോദ്യം വരുന്നുണ്ട്. അവിടെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേര് പ്രസക്തമായി വരുന്നത്. കാരണം ഒരു ഗെയിം ചേഞ്ചർ ആവാൻ കഴിവുള്ള, അതുപോലെ തന്നെ വാക്സാമർത്ഥ്യവും അതുപോലെ ചെറുപ്പത്തിൻ്റെ ഉസിരും
ഉന്മേഷവും ഒക്കെയുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹത്തിൻ്റെത്. ഏതു വാദങ്ങൾക്കും പ്രതിവാദം പറയാനും മറുപടി പറയാനും കെൽപ്പുള്ള കരുത്തനായിട്ടുള്ള ഒരു സ്ഥാനാർത്ഥിയെ മണ്ഡലത്തിൽ ഒരു തേരോട്ടം നടത്താനും ഒരു കോളിളക്കം സൃഷ്ടിക്കാനും ഒക്കെ കഴിയുന്ന ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നുള്ളത് സുവിദിതമാണ്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഒരു കുഴപ്പം, അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൽ കളങ്കിതനായിരിക്കുന്നത്. ഷാഫി പറമ്പിലിൻ്റെ അടുത്ത ശിഷ്യനും അദ്ദേഹത്തിൻ്റെ ഇഷ്ടക്കാരനും ഒക്കെയാണെങ്കിലും അകളങ്കിതമല്ല അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വം. അതാണ് ഷാഫി പറമ്പിലിനെ ഒരു ഉന്നതനായിട്ട് നിർത്തുന്നത്. പക്ഷെ രാഹുൽ മാങ്കൂട്ടത്തിൽ അതുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് സ്ത്രീകൾ അറിഞ്ഞോ അറിയാതെയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ടോ അരാഷ്ട്രീയമായിട്ടോ പറഞ്ഞിട്ടുള്ള ആരോപണങ്ങളൊക്കെ തന്നെ വളരെയധികം കേരളീയ മനസ്സിൽ ക്ലാവ് പിടിച്ചു നിൽക്കുകയാണ്. കുറച്ച് മുമ്പ് ഉന്നയിച്ചതുകൊണ്ട് ഇത്തിരി ക്ലാവ് പിടിച്ചു. പക്ഷേ ഇപ്പോൾ വേറൊരു കാര്യം പറഞ്ഞാൽ അതിനേക്കാൾ ക്ലാവ് പിടിച്ച ഒരു വ്യക്തിത്വമായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ ഗണേഷ് കുമാർ. ഗണേഷ് കുമാറിനെ പറ്റി ആരോപിക്കുന്ന ആരോപണങ്ങളെന്ന് പറഞ്ഞാൽ ഇത് 1, 2, 3 സ്ത്രീകളുടെ കേസുകളല്ല, ധാരാളം കേസുകൾ പറഞ്ഞും കേട്ടും കേരളം ജനങ്ങൾക്കറിയാം വാർത്തയിൽ വരാത്തതായിട്ട്. അതിനു പുറമെ സ്വന്തം ഭാര്യ ഈ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ അവിഹിത ബന്ധങ്ങളുടെ പേരിൽ ബിന്ദു മേനോൻ എന്നുള്ള വ്യക്തി ഇടഞ്ഞപ്പോൾ അവരെ തണുപ്പിക്കാനും മന്ത്രിസഭയിൽ നിന്ന് ഒരുപക്ഷെ നഷ്ടമാകുമായിരുന്ന തൻ്റെ സീറ്റ് ഉറപ്പിക്കാനും കേരള ഗവൺമെന്റിനെ കൊണ്ട് മുഖ്യമന്ത്രി അറിഞ്ഞുകൊണ്ട് തന്നെ കോടികളുടെ അഴിമതി അദ്ദേഹം നടത്തിയെന്നാണ് പുറത്തു വരുന്ന വിവരം. കോടികളുടെ അഴിമതി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞു കേൾക്കുന്നത്, അതായത് കേരഫെഡ്, മിൽമ എന്നീ 2 പോപ്പുലർ സ്ഥാപനങ്ങളുടെ ആഗോള വിതരണ ശൃംഖല ഇപ്പോൾ നയിക്കുന്നത് ബിന്ദു മേനോനാണ്. രായ്ക്കു രാമാനം ഗണേഷ് കുമാറും മുഖ്യമന്ത്രിയും കൂടിക്കളിച്ച ഒരു കളിയാണ് എന്ന് പറഞ്ഞാൽ യാതൊരു വിധമായിട്ടുള്ള ദർഗാസും ക്ഷണിക്കാതെ, അതായത് ടെൻഡർ ക്ഷണിക്കാതെ, ഇങ്ങനെയുള്ള ഒരു വിതരണ കൊട്ടേഷൻ ക്ഷണിക്കാതെ ഒരു കൊട്ടേഷൻ സംഘത്തെ പോലെ, ഒരു കൊട്ടേഷൻ സംഘം, അത് വേറൊരു അർത്ഥത്തിലാണ് ആ കൊട്ടേഷൻ അവിടെ വരുന്നത്, ആ സംഘത്തെ പോലെ ഇവർ രായ്ക്ക് രാമാനം വിതരണ ചുമതല മുഴുവൻ ഏകാധിപത്യപരമായിട്ട് വകുപ്പ് സെക്രട്ടറിമാരുമായിട്ട് ചർച്ച ചെയ്യാതെ, അതിൻ്റെ മിൽമയുടെയോ കേരഫെഡിൻ്റെയോ ചെയർമാൻമാരുമായിട്ട് ചർച്ച ചെയ്യാതെ തികച്ചും ജനാധിപത്യ വിരുദ്ധവും ആയിട്ടുള്ള രീതിയിൽ അവർ ടെൻഡർ രായ്ക്ക് രാമാനം കൊടുത്തു ബിന്ദു മേനോന്. അങ്ങനെയാണ് ബിന്ദു മേനോൻ അടങ്ങിയതും ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് പരാതി പറയുകയില്ല, അത്രയും പ്രിയപ്പെട്ടവനാണെന്ന് പ്ലേറ്റ് മാറ്റി പറയുകയും ചെയ്തത് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് വലിയൊരു അഴിമതിയാണ്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഗണേശനും അതുപോലെ തന്നെ മുഖ്യമന്ത്രിക്കും അതുകൊണ്ട് തന്നെ ഇടതുപക്ഷ മുന്നണിക്കും ഏൽക്കേണ്ടി വരുന്ന വലിയൊരു പ്രഹരമാണ്, മാരകമായിട്ടുള്ള ഒരു ആയുധം കൂടിയാണ്, വലിയ പൊട്ടൻഷ്യലുള്ള ഒന്നാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ഇത് വലിയൊരു വിഷയമായി വരുന്നത് കൊണ്ടുകൂടി LDFിനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടെന്ന് പറയുന്നത്, പണ്ടേ അവർക്ക് നമ്മൾ ഇപ്പോൾ പറഞ്ഞ 54,000 വോട്ടുകൾ ഷാഫി പറമ്പലിന് കിട്ടിയപ്പോൾ CPMന്റെ സ്ഥാനാർത്ഥിക്ക് കേവലം 36,000-ലധികം വോട്ടുകളാണ് കിട്ടിയത്. അന്തരം വ്യത്യാസം മനസ്സിലാവുമല്ലോ. അപ്പോൾ ഏതാണ്ട് 24,000-ഓളം വോട്ടിൻ്റെ വ്യത്യാസമാണ് 1ാം സ്ഥാനത്തുള്ള സ്ഥാനാർത്ഥിയേക്കാൾ CPMന് വരുന്നത്. അവിടുന്ന് എന്തായാലും വലുതായിട്ട് ക്ലച്ച് പിടിക്കാൻ പോകുന്നില്ല. പിന്നെ ക്ലച്ച് പിടിക്കാൻ പോകുന്നത് BJPയുടെ ആരാണെന്നുള്ളത് വളരെ പ്രധാനമാണ്. അവിടെ ശോഭാ സുരേന്ദ്രനാണെന്ന് പറയപ്പെടുന്നുണ്ട്, പ്രചാരണം തുടങ്ങിയിട്ടുണ്ട്. ആരുടെ പേരാ ശോഭാ സുരേന്ദ്രനാണ് പാലക്കാട് BJPക്ക് വേണ്ടി മത്സരിക്കുന്നത്. ശോഭാ സുരേന്ദ്രന് ആണെങ്കിൽ മിക്കവാറും ശോഭാ സുരേന്ദ്രൻ തന്നെ ജയിച്ച് കയറി MLA ആവും. അവരുടെ പേര് നേരത്തെ കായംകുളത്തിനും പറഞ്ഞു കേട്ടു. അതുകൊണ്ടാണ് ഇനി അവരുടെ പാർട്ടിയുടെ ഇപ്പൊ ലിസ്റ്റ് കയ്യിലുണ്ട്, അതിന്റെ പ്രഖ്യാപനം കൂടി വന്നെങ്കിൽ മാത്രമേ നമുക്ക് അതിനെക്കുറിച്ചൊരു വ്യക്തത ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ആലപ്പുഴയ്ക്കും വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ് ആണ് ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ അവരുടെ ഒരു ഗെയിം ചേഞ്ചർ തന്നെയാണെന്നുള്ള കാര്യത്തിലും സംശയമില്ല. ശോഭാ സുരേന്ദ്രനാണെങ്കിൽ പാലക്കാട് കോട്ട പിടിച്ചിരിക്കും. 2 കാര്യങ്ങളുണ്ട്, ഒരു സ്ത്രീയാണെന്നുള്ളത്, പിന്നെ ഈ ശ്രീധരൻ എന്ന് പറയുന്ന ഒരു ടെക്നോക്രാറ്റ് അല്ലെങ്കിൽ ഒരു ബ്യൂറോക്രാറ്റ്, ആ സ്റ്റൈലിലാണ്. ഇത് അങ്ങനെയല്ല, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ കയ്യിലെടുക്കാൻ കഴിവുള്ള വാഗ്മീതയുള്ള ഒരു സ്ത്രീയാണ്, സ്ത്രീ ശക്തിയാണ്, ഒരു നാരീ ശക്തിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അപ്പോൾ അവിടെ ഒരു സീറ്റ് ഉറപ്പാക്കാൻ BJPക്ക് അവിടെ കഴിയുമെന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പൊ ചുരുക്കി പറഞ്ഞാൽ സീറ്റ് BJPക്ക് എന്ന് നമുക്ക് ഉറപ്പിക്കാവുന്ന ഒരു കോട്ടയാണ് പാലക്കാട്.
CPM അവിടെ ഒന്നുമല്ലാതെ ഷൂ ആയി പോകുന്ന ഒരു കാഴ്ചയുമായിരിക്കും നമ്മൾ ഈ കുറി കാണാൻ പോവുക. കാരണം രാഹുൽ മാങ്കൂട്ടത്തിനേക്കാൾ വൃത്തികെട്ട രീതിയിൽ പെരുമാറിയ ഒരു മന്ത്രിയെ വെച്ചുകൊണ്ടാണ് LDF രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അവിടെ പറയാൻ പോകുന്നത്. അതൊന്നും എറിക്കാൻ പോകുന്നില്ല. കാരണം രാഹുൽ മാങ്കൂട്ടത്തിൽ കല്യാണം കഴിക്കാത്ത ബാച്ചലറായിട്ടുള്ള ഒരു MLA മാത്രമാണ്. അതേസമയം ഗണേശ് എന്ന് പറഞ്ഞ 2 കല്യാണങ്ങൾ കഴിഞ്ഞിട്ടുള്ള ആളാണ്. 5000 പ്രണയിനിമാർ തനിക്കുണ്ടെന്ന് പരസ്യമായിട്ടും പച്ചയായിട്ടും പറഞ്ഞിട്ടുള്ള ഒരാൾ പബ്ലിക് ഡൊമൈനിൽ കിടക്കുകയാണ്. ഇതുകൂടാതെ ഒരുപാട് ആരോപണങ്ങൾ. സരിതാ നായരുമായിട്ട് അദ്ദേഹം വേറൊരു കൂട്ടുകാരനും കൂടി ഗവി ഫോറസ്റ്റ് ഏരിയയിൽ പോയിട്ടുണ്ടെന്ന് അന്നത്തെ ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറഞ്ഞുണ്ടല്ലോ, വനവികസന കോർപ്പറേഷൻ, അതിന്റെ ചെയർമാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അവിടെ പാടില്ല, ഇങ്ങനെയുള്ള അവിഹിത ബന്ധങ്ങൾക്കുള്ള സ്ഥലമല്ലത്, തന്നെയല്ല നിങ്ങളുടെ മന്ത്രിസഭയ്ക്കും കുഴപ്പമുണ്ടാക്കുമെന്ന് പറഞ്ഞതിനെ തുടർന്ന് അദ്ദേഹം ആ സംഘം നേരെ തേക്കടിയിൽ പോയെന്നും, തേക്കടിയിലെ ഗവൺമെന്റിന്റെ ഒരു റിസോർട്ട് ഉണ്ടല്ലോ ആരണ്യകം, അവിടെ താമസിച്ചായിട്ടും പറയുന്നുണ്ട്. അങ്ങനെ നിരവധി കേസുകൾ അദ്ദേഹത്തിന്റെ പേരിലുണ്ട്. ഭാസ്കര കാരണവർ വധത്തിലെ മുഖ്യപ്രതിയായ ഷെറിനെ മോചിപ്പിക്കുന്നതിൽ അദ്ദേഹം പങ്കുവഹിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരാള്, അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നത് കണ്ണിൽ ഉള്ള കമ്പാണ്. ആ കമ്പും വെച്ചുകൊണ്ടാണ് അവർ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കണ്ണിൽ കരടുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കിത് പറയാനുള്ള ധാർമ്മിക അധികാരം തന്നെ നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ് മന്ത്രി ഗണേഷ് കുമാർ മന്ത്രിസഭയിൽ തുടരുന്നതുകൊണ്ട്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ പാലക്കാട് സീറ്റ് മിക്കവാറും നമുക്ക് കൺക്ലൂഡ് ചെയ്യാവുന്നത് വിശ്വാസയോഗ്യമായിട്ട് ഇന്നത്തെ സാഹചര്യം, ഇപ്പോഴത്തെ സാഹചര്യം വെച്ചാണ് പറയുന്നത്, ശോഭാ സുരേന്ദ്രന് തന്നെ കിട്ടും. രാഹുൽ അല്ല എങ്കിൽ BJP തന്നെ നേടുമെന്നാണ് അല്ലെ? തീർച്ചയായിട്ടും രാഹുലിനൊരു മാറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് എനിക്ക് ഉറപ്പില്ല. പക്ഷെ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് പൊതുജനങ്ങളുടെ ഒരു വിശ്വാസം. അതാണ് കോൺഗ്രസ്സുകാരുടെ ഒരു വിശ്വാസം, കോൺഗ്രസിൽ നല്ലൊരു വിഭാഗത്തിന്റെ വിശ്വാസം. ഇപ്പൊ കോൺഗ്രസിന് വേണ്ടി രമേശ് പിഷാരടിയെ പാലക്കാട് ഇറക്കുമെന്നൊരു ഞാനൊരു കാര്യം തുറപ്പിച്ച് പറയാം. രമേശ് പിഷാരടിയെ അവിടെ ധർമ്മജൻ ബോൾഗാട്ടി എന്നും പറഞ്ഞുകൊണ്ട് സ്ഥാനാർത്ഥി മത്സരിച്ചില്ലേ, അതുപോലെയാണ് ഈ കോമാളികളെയൊക്കെ മത്സരിപ്പിച്ചാൽ ജയിക്കാമെന്നുള്ള വിചാരം ഉണ്ടല്ലോ. നമ്മൾ TV കാണുമ്പോൾ ഇഷ്ടപ്പെടും, പക്ഷെ ഒരു സ്ഥാനാർത്ഥിയായിട്ട് വരുമ്പോൾ അവിടെ ഒന്നും ജയിക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ്. ഇത് ഈ ഗ്രഹപാഠം ഇതുവരെ ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഷ്ടം. ധർമ്മജൻ ബോൾഗാട്ടിക്ക് സംഭവിച്ചു തന്നെയാണ് രമേശ് പിഷാരടി എന്ന് പറയുന്ന കലാകാരൻ എന്നുള്ള നിലയിൽ അദ്ദേഹത്തെ ആദരിക്കുന്നു. പക്ഷേ ഈ രാഷ്ട്രീയത്തിലേക്ക് വന്ന് രാഷ്ട്രീയത്തിൽ വന്ന് കോമാളിയായിട്ട് മാറുന്ന ഒരവസ്ഥയാണ് അദ്ദേഹം സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ വളരെയധികം നന്ദിയുണ്ട് ഈ ഒരു വിഷയത്തിൽ നമ്മളോട് പ്രതികരിച്ചത്. ഓക്കെ.